ഇനി ഒരു ചോദ്യങ്ങൾക്കും പ്രസക്തിയില്ല. സകലരുടെയും വാ അടപ്പിച്ചുകൊണ്ടാണ് KC വേണുഗോപാൽ കൊടുങ്കാറ്റായി മാറുന്നത്. ഡൽഹിയിൽ നിന്നും ഇടതടവില്ലാതെ KC വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവിടെ കൊടികുത്തി നിലയുറപ്പിച്ച് നിൽക്കുന്നത് ഷാഫി പറമ്പിലാണ്. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപേ തൊട്ട് ശത്രുപക്ഷം കോൺഗ്രസിനെ കളിയാക്കാൻ ഉപയോഗിച്ച ഒരായുധമുണ്ടായിരുന്നു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിട്ടിരിക്കുന്ന കുറെ നേതാക്കളുണ്ട് എന്ന്. പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്കല്ലേ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനാവുകയുള്ളൂ? ഇത് മുതലെടുത്ത് CPM നടത്തുന്ന എല്ലാ കുപ്രചാരണങ്ങളുടെയും മുനയൊടിച്ചുകൊണ്ടാണ് ഇപ്പോൾ KC കളം നിറയുന്നത്. അവിടെയുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കേരളത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസും മനോരമയും ഒക്കെ VD സതീഷിന് ലീഡർ പരിവേഷം നൽകുകയും 2026 മുഖ്യമന്ത്രി എന്ന രൂപം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അവിടെയാണ് VD സതീശൻ ടീമിലെ യൂത്ത് ബ്രിഗേഡറായിരുന്ന മാങ്കൂട്ടം വിവാദത്തിൽപ്പെടുന്നത്. അവിടെ മാങ്കൂട്ടത്തിനെ ഒറ്റയടിക്ക് പുറത്താക്കി തന്നെ മാത്രം സേഫാക്കാൻ നോക്കിയ സതീഷിനെ ഷാഫി പറമ്പിലും മാങ്കൂട്ടവും ഒറ്റയടിക്ക് പുറത്തേക്കെറിഞ്ഞ് KC വേണുഗോപാലിനൊപ്പം ചേരുകയായിരുന്നു. തുടർന്ന് മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് കസേരയിലേക്ക് OJ ജനീഷിനെ നിയമിക്കുകയും ചെയ്തു. ഷാഫിയുടെയും മാങ്കൂട്ടത്തിന്റെയും KCയുടെയും വിശ്വസ്തരിൽ ഒരാളാണ് ജനീഷ്. ഇതോടെയാണ് KC ഷാഫി കൂട്ടുകെട്ട് അബിൻ വർക്കിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കാതെ നോക്കിയത്. എന്ന് വെച്ചാൽ ചെന്നിത്തലയുടെ വിശ്വസ്തനായ യൂത്ത് നേതാവാണ് അബിൻ. അപ്പോൾ അബിൻ വർക്കിയെ വെട്ടിയതിലൂടെ KC വെട്ടിയത് സത്യത്തിൽ ചെന്നിത്തലയാണ്. മാങ്കൂട്ടം വിഷയത്തോടെ ആദ്യം KC സതീഷിനെ വെട്ടി, രണ്ടാമത് ചെന്നിത്തലയെ. ഇതോടെ തലയെടുപ്പുള്ള ചോദ്യം ചെയ്യാനാവാത്ത ഒരു നേതാവായി ഇപ്പോൾ KC മാറുകയാണ്. ആ മാറ്റത്തിൽ കോൺഗ്രസ് കേരളത്തിൽ 100 സീറ്റ് പിടിച്ചാൽ ഉറപ്പാണ് അടുത്ത മുഖ്യൻ KCയാണ്. എന്തായാലും ഇപ്പോഴത്തെ അബിൻ വർക്കി വിഷയത്തിൽ KC കൃത്യമായും തന്റെ നിലപാടുകൾ അറിയിക്കുന്നുണ്ട്. അതൊന്ന് കാണാം. ഇന്നലെ ഒരു ദിവസം മുഴുവനായിട്ട്, ഇന്നലെ രാത്രി മുഴുവൻ കോഴിക്കോട് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ അർദ്ധരാത്രിയിൽ പോലും റെയ്ഡ് നടത്തിയിട്ട് 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പേരാമ്പ്ര സംഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ നടപടി എന്നാണ് അവർ പറയുന്നത്. ഒരു MP ഗുരുതരമായിട്ട് മൂക്കിന് പരിക്കേറ്റിട്ട് അദ്ദേഹത്തിന്റെ മൂക്കിന്റെ 2 ഭാഗത്തും ഫ്രാക്ചർ ഉണ്ടായിട്ട് സർജറി നടത്തിയിട്ട് ആ MPയെ ആക്രമിച്ചവർക്കെതിരെ ഒരു നടപടിയുമില്ല. ഷാഫി പറമ്പിനെ ആക്രമിച്ചവർക്കെതിരെ റൂറൽ SP തന്നെ സ്വയം സമ്മതിച്ചതാണ്. പോലീസിനകത്ത് ചിലർ കരുതിക്കൂട്ടി ചെയ്ത പ്രശ്നങ്ങളാണ് MPക്കെതിരായിട്ടുള്ളത്. SP സമ്മതിച്ചു MPക്കെതിരെ അക്രമം നടന്നിട്ടുണ്ടെന്ന്. അവർക്കെതിരെ ഒരു നടപടിയുമില്ല. ഇത് നേരത്തെ CPM ഒരു കഥയുണ്ടാക്കി. അവിടെ കോൺഗ്രസ് പ്രവർത്തകർ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു, UDF പ്രവർത്തകർ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. അങ്ങനെയാണ് അവിടെ സ്ഫോടനം ഉണ്ടായത്. പോലീസ് അന്ന് അതൊന്നും സ്ഥിരീകരിച്ചില്ല. മാത്രമല്ല SPയുടെ ഭാഗത്തുണ്ടായ കമന്റ് വളരെ ക്ലിയർ ആണ്, പോലീസിന്റെ ഭാഗത്താണ് ക്രമക്കേട്. അപ്പൊ CPM ഒരു കഥയുണ്ടാക്കിയപ്പോൾ ആ കഥ ശരിവെക്കുന്ന രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയാണ് അവിടുത്തെ പോലീസ് ചെയ്തിരിക്കുന്നത്. ഇത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. MPക്കെതിരെ മാത്രമല്ല പ്രിവിലേജ് നോട്ടീസ് പോകുന്നു കണ്ടപ്പോൾ ആ പ്രിവിലേജിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും CPMന്റെ കഥ ശരിയാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നടത്തിയ പോലീസ് നടത്തുന്ന ഏറ്റവും അപലപനീയമായിട്ടുള്ള ശ്രമമാണ് വാദിയെ പ്രതിയാക്കുന്ന രീതിയിലുള്ള പേരാമ്പ്രയിലെ സംഭവവികാസം. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. സ്പീക്കർക്ക് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട്. സ്പീക്കറോട് വീണ്ടും സംസാരിക്കും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നടത്തിയ ചായ സൽക്കാരത്തിൽ സജി ചെറിയാൻ പങ്കെടുത്തു എന്നാണ് G സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് അവരുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യങ്ങളാണല്ലോ. G സുധാകരൻ ആ പാർട്ടിയുടെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവ്, 10 കൊല്ലക്കാലം മന്ത്രിയായിരുന്ന ആളാണ്. ആലപ്പുഴയിലെ പാർട്ടി മാത്രമല്ല കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുടെ നല്ല സ്വാധീനമുള്ള നേതാവാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവരുടെ പാർട്ടിയാണ് പരിശോധിക്കേണ്ടത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് നല്ലൊരു സുഹൃത്തോടെയാണ് ഇടയ്ക്ക് സന്ദർശിക്കുകയും ചെയ്തത്. അല്ല, ഞങ്ങളിപ്പം അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ MLA ആയിരുന്നു, MP ആയിരുന്നു, ഞാൻ കേന്ദ്രമന്ത്രിയായിരുന്നു. ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയമായിട്ട് എതിർപ്പുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും യോജിപ്പിച്ചു കൊണ്ടുപോകാറുണ്ട്. നല്ല ബന്ധം ഉണ്ടാവാറുണ്ട് സഹോദരൻ. പക്ഷേ കുറഞ്ഞ കുറെ നാളുകളായിട്ട് അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞ് നമുക്കറിയാൻ പറ്റുന്നത്. അങ്ങനെ ഒന്നും ഇപ്പം പറയാറായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ അത്തരമൊരു ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല.
അല്ല അല്ല ആ സമയത്തല്ലേ ഇത് ആലോചിക്കേണ്ടത്. അത് അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അന്നേരം ആലോചിക്കും. പക്ഷേ ജി സുധാകരനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടുള്ള ആളാണ് എല്ലാ കാലത്തും. ഇപ്പോ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? അല്ല, അത് ദേശീയ നേതൃത്വത്തോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ ഇന്നലെ, മറുപടി കിട്ടിയല്ലോ. അവരല്ലേ നോമിനേറ്റ് ചെയ്തത്. അതെന്താ എന്നോട് ചോദിക്കുന്നു ആ കാര്യത്തെക്കുറിച്ച് ചർച്ചയില്? നോമിനിയായി വന്നു എന്നൊരു ആക്ഷേപമുണ്ട്. അബിൻ വർക്കിയെ ചവിട്ടി അതിലൊക്കെ ദേശീയ നേതൃത്വം അബിൻ വർക്കിയും വിനു ചുള്ളിയിലും അഭിജിത്തും അതുപോലെ പ്രസിഡന്റായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും എല്ലാവരും തന്നെ കൊള്ളാവുന്ന കുട്ടികളാണെന്നതിൽ യാതൊരു സംശയം വേണ്ട. അവരെല്ലാം മിടുക്കന്മാരാണ്, എല്ലാം പാർട്ടിയുടെ അസറ്റുകളാണ്. അവരെ എല്ലാം കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന സംവിധാനം ഉണ്ടാക്കാൻ ഐവേസിക്ക് നന്നായിട്ട് അറിയാം. അത് മുന്നോട്ട് കൊണ്ടുപോകും, സംശയമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ആചാരലംഘനത്തിന്റെ ഇഷ്യൂ, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത്, ശബരിമലയിലെ സ്വർണ്ണക്കടത്ത്, ഈ ഇഷ്യൂ ഒക്കെ ഇന്നിപ്പോ ഇന്നലെ ഇപ്പം കണ്ടില്ലേ, ഏറ്റവും ഒടുവിൽ നമ്മളെ പത്തനംതിട്ടയിൽ നിന്ന് വന്നിരിക്കുന്ന, ആറന്മുളയിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് വിശ്വാസികളല്ലാത്തവരെ ഇത് കയറി കൈകാര്യം ചെയ്താൽ മെനക്കെട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ വിശ്വാസത്തെ കയറി പിടിച്ചിട്ട് വിശ്വാസികളുടെ മനസ്സിനെ നോവിപ്പിക്കുന്ന രീതിയിൽ ആചാരലംഘനം, വിശ്വാസലംഘനം ഒക്കെ നടത്തുന്നതിന്റെ തെളിവാണ്. ഇതൊക്കെ മറച്ചു പിടിക്കാൻ നിങ്ങളെ കൊണ്ട് പല സ്റ്റോറിയും ജയിപ്പിക്കാൻ ശ്രമിക്കും. അതിലൊന്നും ഞാൻ വീഴുന്ന പ്രശ്നമില്ല കേട്ടോ. ഓക്കെ. പ്രധാനമന്ത്രിയെ വീണ്ടും ശശി തരൂർ പുകഴ്ത്തിയിരിക്കുകയാണ്. അതായത് സബ്കാ സാത്ത് मेरे पास कुर्चोरी को सबूत है. ഇന്ന് തീരുന്ന എനിക്ക്